മുറിച്ചു കളഞ്ഞാൽ പോലെ അതല്ലേ ലാഭകരം? തീർച്ചയായും സാധാരണ സിറിഞ്ചുകൾ ഒരു കത്തി ഉപയോഗിച്ചോ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചോ നശിപ്പിക്കുന്നതാണ് വളരെ ലാഭകരം. പക്ഷേ ഈ മാർഗത്തിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. യഥാർത്ഥത്തിൽ ഉപയോഗിച്ച സിറിഞ്ചുകൾ നശിപ്പിക്കാനായി സിറിഞ്ച് ഡിസ്ട്രോയർ എന്ന ഒരു ഉപകരണം തന്നെയുണ്ട്. ഈ ഉപകരണത്തിലുള്ള ഒരു ഹീറ്റിംഗ് ഇലക്ട്രോഡ് നീഡിൽ കുത്തിയാൽ നീഡിൽ ഹൈ ആംപിയർ കറണ്ട് കൊണ്ട് കത്തിക്കരിഞ്ഞു പോകും. അതിന്റെ ഭാഗമായി തന്നെ ഒരു പാക്കുവെട്ടി പോലെയുള്ള ഭാഗം കൊണ്ട് സിറിഞ്ചിന്റെ ഹബ്ബ് കട്ട് ചെയ്ത് കളയാനുമാവും. പക്ഷേ വളരെ ലോകവ്യാപകമായി ഈ ഒരു സംവിധാനം നിലവിലുണ്ടെങ്കിലും ലോകത്ത് ഒരിടത്തും തന്നെ ഇത് ഫലപ്രദമല്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് സിറിഞ്ച് ഡിസ്ട്രോയർ ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. ഈ ഉപയോഗ സ്ഥലവും ഈ സിറിഞ്ച് നശിപ്പിക്കുന്ന സ്ഥലവും തമ്മിലുള്ള ദൂരം വർദ്ധിക്കുന്നതിനനുസരിച്ച് സിറിഞ്ച് നശിപ്പിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഉദാഹരണമായി ഇഞ്ചക്ഷൻ കൊടുത്ത് മടങ്ങി വരുന്ന നഴ്സിന് പെട്ടെന്നൊരു എമർജൻസി അറ്റൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സിറിഞ്ച് ഉപേക്ഷിക്കപ്പെടും. മറ്റൊന്ന്, പല ആശുപത്രികളിൽ മരുന്ന് ട്രോളി തള്ളിക്കൊണ്ട് നടന്നിട്ടാണ് ഒരു വാർഡിൽ കിടക്കുന്ന രോഗികൾക്കെല്ലാം ഇഞ്ചക്ഷൻ കൊടുക്കുക, മരുന്ന് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ട് നഴ്സ് മടങ്ങി വരിക. ഈ സമയത്ത് ഏതാണ്ട് ഒരു ബക്കറ്റ് നിറയെ ഉപയോഗിച്ച സിറിഞ്ചുകൾ ട്രോളിയിൽ ഉണ്ടാവും. ഇതിനകത്തുനിന്ന് ഓരോ സിറിഞ്ചായി എടുത്ത് അതിന്റെ നീഡിൽ കരിക്കുക, മുറിക്കുക തുടങ്ങി അത് തന്നെ ഈ സിറിഞ്ചുകളെല്ലാം ബ്ലഡ് പുരണ്ടിട്ടുണ്ടാവും. അത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. പലപ്പോഴും ഇത്തരം ആശുപത്രികളിൽ ആ കൊണ്ടുവന്ന നഴ്സ് അവരുടെ തൊട്ട് താഴെയുള്ള ലെവലിലേക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള ഭാരം എൻട്രസ്റ്റ് ചെയ്യും. അവർ അതിന്റെ താഴെയുള്ള ഭാഗത്തേക്ക് എൻട്രസ്റ്റ് ചെയ്യും. അതിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഇഞ്ചക്ഷൻ സേഫ്റ്റിയെ പറ്റി വളരെയൊന്നും ബോധവൽക്കരിക്കപ്പെട്ടില്ലാത്ത ആള് ഒരുപക്ഷെ ഇത് കൊണ്ടുപോയി ഡംപ് ചെയ്യും. അതേപോലെ ഇഞ്ചക്ഷൻ സിറിഞ്ച് ഡിസ്ട്രോയറിന്റെ അടുത്തേക്ക് വരുന്നതിനിടെ ഒരു എമർജൻസി അറ്റൻഡ് ചെയ്യാനായിട്ട് ഈ സിറിഞ്ച് എവിടെയെങ്കിലും വെച്ചിട്ട് ഈ നഴ്സ് പോയെന്ന് വിചാരിക്കാം. ഈ വെച്ചുപോയ സിറിഞ്ച് വേണമെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ തട്ടി മുറിയാൻ ഇടവരും. ഈ കാരണങ്ങൾ കൊണ്ട് ലോകാരോഗ്യ സംഘടന WHO അതേപോലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അമേരിക്ക തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉപയോഗസ്ഥലത്ത് വെച്ച് ഉപയോഗത്തിന് തൊട്ട് ശേഷം സിറിഞ്ചിൽ തന്നെ ഉള്ള ഒരു ഇന്റഗ്രേറ്റഡ് സംവിധാനം ഉപയോഗിച്ച് സിറിഞ്ച് നശിപ്പിക്കണം എന്ന് പറയുന്നു. ഇന്നത്തെ ആരോഗ്യരക്ഷാ സാഹചര്യങ്ങളിൽ ഉപയോഗിച്ച സ്ഥലത്ത് വെച്ച് തന്നെ സിറിഞ്ചുകൾ നശിപ്പിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് കൊണ്ട് സിറിഞ്ച് റീപാക്കിംഗ് ലോബികളുടെ കൈകളിൽ എത്തുക എന്നുള്ളത് തടയാൻ സാധിക്കും.